ശംഖുപുഷ്പം കണ്ണഴി എന്ന് പറഞ്ഞ പാട്ടിൻ്റെ വേറൊരു കഥയുണ്ട് ദാസേട്ടൻ. ദാസേട്ടനെ ചിലപ്പോൾ അറിയാമെന്നറിയില്ല. അത് ഈ സ്കൂളിൻ്റെ അടുത്ത് ഒരു പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ ഈ പാട്ട് പുറത്ത് പാടുന്നത് കേട്ടിട്ട് അവിടെ ഈ പാട്ടും കേട്ടൊരു പെൺകുട്ടി ഇങ്ങനെ മതിമയങ്ങിയിരുന്നു. എന്തോ ചോദ്യം ചോദിച്ചിട്ടൊന്നും ഈ പെൺകുട്ടി ശ്രദ്ധിച്ചേ ഇല്ല. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി ടീച്ചർ ഒരുപാട് വഴക്ക് പറയുകയും ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാനൊക്കെ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി അന്ന് ആ പാട്ട് കേട്ട് ഇങ്ങനെ മതിമറന്നിരുന്നിട്ടുണ്ട്. ആ പെൺകുട്ടിയാണ് നമ്മുടെ അടുത്ത അതിഥി. മനസ്സിലായി. ദാസേട്ടൻ്റെ പ്രിയങ്കരിയാണ് നമുക്ക് എല്ലാവർക്കും, നമ്മുടെ എല്ലാം പ്രഭ ചേച്ചി, ദാസേട്ടൻ്റെ പ്രിയങ്കരിയായ ശ്രീമതി പ്രഭ യേശുദാസ്. ഞാൻ വിനയപൂർവ്വം പ്രഭ ചേച്ചിയെ വേദിയിലേക്ക് ക്ഷണിച്ചോളൂ. അന്നെന്താണ് ആ പാട്ടിനോട് അങ്ങനെ പെട്ടെന്നൊരു ഇഷ്ടം തോന്നാനുള്ള? ആ പാട്ടെന്നല്ല, എല്ലാ പാട്ടിനോടും ഇഷ്ടമാണ്. ആ പാട്ട് റേഡിയോയിൽ വന്നപ്പോൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു എന്നാണ്. എല്ലാം പാട്ട് ആദ്യം തൊട്ടുള്ള പാട്ടെല്ലാം ഇഷ്ടമാണ്. ദാസേട്ടൻ്റെ പാട്ട് ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നതെന്നാണ് ഓർമ്മയുണ്ട്. എനിക്ക് കണ്ണുനീർ മുത്തുമായൊക്കെ ഞാൻ ആദ്യം ഞാൻ LP അന്നൊക്കെ 78 റെക്കോർഡല്ലേ എനിക്ക് കിട്ടുന്ന റെക്കോർഡ്. അപ്പം ആദ്യം തൊട്ടേ ഇങ്ങനെ വോയിസ് കേട്ടപ്പോൾ തൊട്ട് ഇഷ്ടമാണ്. പക്ഷെ കൂടുതൽ കണ്ണുനീർ മുത്തുമായൊക്കെയാണ് ആദ്യമേ. അതിൻ്റെ അകത്തുണ്ടല്ലോ കുറേ വേറെയും പാട്ടുകളുണ്ടല്ലോ, സ്വപ്നം കൊണ്ടൊരു കൊട്ടാരം, എല്ലാം അങ്ങനെ. ഇതൊക്കെ പിന്നീട് വന്നപ്പോൾ എല്ലാം ജീവിതമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ടു അല്ലേ? എന്തെന്ത് മോഹങ്ങളായിരുന്നു. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ കണ്ണുനീർ മുത്തുമെന്ന് വെച്ചാൽ കാണാനായിട്ട് കാത്തിരുന്നു. ഒരുപാട് പാട്ടുകളുണ്ട് ദാസേട്ടനുമായിട്ട് ബന്ധപ്പെടുത്തി. അങ്ങനെ നമുക്ക് ഒരുപാട് പാട്ടുകൾ പറയാം അല്ലേ? ആകാശവാണിയിൽ ഒഴുകി വരും ആ ഗാനക്കല്ലോ. എൻ്റെ ഫ്രണ്ടൊക്കെ എന്നെ വിളിച്ച് കളിയാക്കുമായിരുന്നു. അജ്ഞാത ഗായിക. ദാസേട്ടൻ്റെ പാട്ടായിട്ട് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ആദ്യം പാട്ട് കേൾക്കുന്ന എനിക്ക് ഓർമ്മ, എനിക്ക് ദേവി ശ്രീദേവിയാണ് ഓർമ്മയുണ്ട്, കാവ്യമേളയിലെ പാട്ടാണ്. നമുക്ക് എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസിൽ വരുന്നതിന് മുമ്പ് ദാസേട്ടൻ നേരത്തെ തന്നെ മെൻഷൻ ചെയ്ത ദാസേട്ടൻ്റെ ഗുരു ശ്രീ ദക്ഷിണാമൂർത്തി സ്വാമിയെ നമുക്ക് എന്തായാലും പറയുകയും ചെയ്തു, ദേവി ശ്രീദേവി. അതെ അതെ. അപ്പോൾ സ്വാമിയുടെ പാട്ടോട് തന്നെയാണ് പറഞ്ഞത്. സ്വാമി ആദ്യം ഗുരുപൂജ കഴിഞ്ഞിട്ട് തുടങ്ങാം, നമുക്ക് തുടങ്ങാം. എന്തായാലും അത് പ്രഭേച്ചിയുടെ സാന്നിധ്യത്തിൽ വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം ചേച്ചിയെ വിളിച്ചത്. ദാസേട്ടൻ പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ദാസേട്ടൻ്റെ പാട്ടിൻ്റെ ആദ്യാക്ഷരങ്ങൾ ചൊല്ലി പഠിപ്പിച്ചു കൊടുത്ത ദാസേട്ടൻ്റെ ഗുരുക്കന്മാരിൽ ഒരാളായ ശ്രീ ദക്ഷിണാമൂർത്തി സ്വാമിയാണ് നമ്മുടെ അതിഥി. ഞാൻ അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. ദാസേട്ടനെയാണ് ആദ്യം കാണുന്നത്, ദാസേട്ടൻ്റെ പാട്ടാണ് ആദ്യം കേട്ടിട്ടുള്ളത്. ശരിക്കും പറയുന്നത് വേറെ തമാശ പറയാം. നമ്മൾ ചിലപ്പോൾ നമ്മൾ ക്ലോക്കിലായിട്ട് പറയല്ലേ, നിന്റെ തന്ത ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ തന്തയാണ് ആദ്യം കാണുന്നത്. അങ്ങനെയൊന്നും ആവശ്യമില്ലാതെ ഒന്നും പറയുന്നൊന്നും വേണ്ട. ശരിക്കും ദാസേട്ടൻ പാടിയിട്ട് ഏറ്റവും ഇമ്പ്രസ്ഡ് ആയിട്ട് പാടിയ ആദ്യത്തെ പാട്ട് ഏതാ? എല്ലാ പാട്ടും ഇമ്പ്രസ്ഡാണ്. അതിൽ ആദ്യത്തെയാണ് ഞാൻ ചോദിച്ചത്. ആദ്യം മുതൽ അവസാനം വരെ ഇമ്പ്രസ്ഡാണ്. എന്നാലും ഒരു പാട്ടിനോട് ഒരു പ്രത്യേക സ്നേഹം ചിലപ്പോൾ അങ്ങനെ ഒന്നുമില്ല. എല്ലാ പാട്ടിനോടും എല്ലാ പാട്ടും ഇഷ്ടമാണ്. എങ്ങനെയാണ് ദാസേട്ടൻ പാട്ട് പഠിപ്പിക്കുന്നത്? ഇങ്ങനെ സ്വാമി ഇങ്ങനെ അങ്ങനെ പഠിപ്പിക്കുന്നൊന്നുമില്ലെന്ന് പാടിക്കൊടുക്കും, പാടും. അതെങ്ങനെയാണ്? ഞങ്ങൾക്കൊക്കെ ഭയങ്കര കൊതിയാണ്. അതിപ്പോൾ ഈ സ്റ്റുഡിയോയിൽ നടന്നൊരു സംഭവം ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല. സ്വാമി ഒരു പാട്ടൊന്ന് പറഞ്ഞു കൊടുത്ത ദാസേട്ടനൊന്നും ഇപ്പം ചിലപ്പോൾ അങ്ങനെ പാടും. അതെല്ലാം പാടും. ഒരെണ്ണൊന്ന് പറഞ്ഞു കൊടുത്തു. എന്ത് പാട്ട് പാടണം? ഏതെങ്കിലും സ്വാമിക്ക് മനസ്സിൽ തോന്നുന്നത്, സ്വപ്നങ്ങളോ? എന്നെ കൊണ്ട് പാടാൻ കഴിയാവുന്ന ഒരു പാട്ട് പറയും. സ്വാമി ഉണ്ടാക്കിയ പാട്ട് ഞാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് വെച്ചാൽ അല്ല, അങ്ങനെയല്ലേ. അതായത് സ്വപ്നങ്ങൾ സ്വാമി പറഞ്ഞു തന്നതിൻ്റെ എന്തെങ്കിലും ബാക്കി കിടക്കുന്ന സ്വാമി പറഞ്ഞു തന്നിട്ടല്ലേ എനിക്ക് ബാക്കിയുള്ളൂ. അതെ, ഞാൻ പാടിക്കോളൂ. പിടിച്ചോളൂ. സ്വപ്നങ്ങൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. സ്വപ്നങ്ങളെ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. സ്വപ്നങ്ങൾ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. സ്വപ്നങ്ങൾ ഇതൊക്കെ അതിൻ്റെ ആ ഓരോ ഒരു ഗ്രാഫ് വരയ്ക്കുന്ന പോലെ പറഞ്ഞു തരാനുള്ള, അത് ഉണ്ടാക്കുകയും ചെയ്യും, അതേസമയം അത് പറഞ്ഞു തരാനുള്ള ഒരു ഇതും കൂടിയാണ്. ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു അന്ന് നടന്നിരുന്നത്. ഇപ്പോൾ സ്വാമിയുടെ പാട്ട് കേൾക്കുമ്പോൾ എന്താ അറിയാം, ഇത് സ്വാമിജിയുടെ എന്ന് പറയാം. ഞാൻ അന്ന് തന്നെ പറഞ്ഞില്ല, ഞാൻ ചെറുപ്പത്തിലെ 47 വയസ്സുള്ളപ്പോൾ പാടിയ അതെനിക്ക് സ്വാമിക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. അത് സ്വാമിയുടെ തന്നെ ആയിരിക്കാനേ സാധ്യതയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, അതായത് വന്ദേ മാതരം വാഴ്ത്തിയ മുനിയെ, ചിലപ്പോൾ സ്വാമി അത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തായിരിക്കും ആ സമയത്ത് വേണ്ടി. അല്ല, ഇതൊക്കെ എനിക്ക് ഓർമ്മയില്ല. അതെ ആണോ? എനിക്കറിയാം. കാരണം എന്താ വെച്ചാൽ അച്ഛനും അഭേദ നാടകത്തിന് അങ്ങയുടെ പേര് മുൻഷി എഴുതിയ പരമുള്ള, ഇത് മുൻഷി സാർ എഴുതിയ പാട്ട്. അങ്ങയുടെ ഡ്രാമയ്ക്ക് 3 ഡ്രാമ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ പെട്ട പാട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഫാദർ ശരണരായി സ്വാതന്ത്ര്യഹീനരായി മരുവിയ ഹരിജനോദ്ധാരകനേ ശാന്തി നികേതനനെ
ശാശ്വതരൂപനെ സച്ചിദാനന്ദ ദായകനേ വന്ദേ മാതരം വാഴ്ത്തിയ മുനിയേ. പോരെ. അന്ന് ഈ വെട്ടി പച്ചിലയും കത്രിയും പോലെയാണ് അച്ഛൻ പാടുന്നത്. അത്ര അടിച്ചു കൊടുത്തത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വീഴും. അതെ, പൊൻവെയിൽ മണിക്കച്ച അതൊന്നും അതൊക്കെയുണ്ട്. ഒന്ന് പാടിക്കാം. പൊൻവെയിൽ മണിക്കച്ചയഴിഞ്ഞു വീണു, പൊൻവെയിൽ മണിക്കച്ചയഴിഞ്ഞു മണിക്കച്ചയഴിഞ്ഞു വീണു, മണിക്കച്ചയഴിഞ്ഞു വീണു. ആ അഴിഞ്ഞ പോലെ വീണു. അതാ അവിടെയാണ്. സ്വർണ്ണ പീതാംബരം ഉലഞ്ഞു വീണു. സ്വർണ്ണ പിതാംബരം ഉലഞ്ഞു വീണു. ഇനിയിപ്പോൾ അതൊരു വേറൊരു കമ്പോസിങ്ങിൽ പോവും. അല്ല, ഞാൻ എന്ത് ചെയ്യുന്നത്, സ്വാമി ഒരു പ്രാവശ്യം ഇങ്ങോട്ട് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ ഞാനതിപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഞാനത് നോട്ട് ചെയ്യും. അങ്ങനെ ഈ നൊട്ടേഷൻ എഴുതാനും ഞാൻ പഠിച്ചത് സ്വാമിയുടെ അവിടെ നിന്നാണ്. കാരണം ഞങ്ങൾക്ക് ഇവിടെ നൊട്ടേഷൻ എഴുതാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ സ്വാമി ഇങ്ങനെ ഒരു പ്രാവശ്യം പാടി രണ്ടാമത്തിന് വേറെ വരുവേ. അപ്പോൾ സ്വാമി ഇത് നമുക്ക് റെക്കോർഡ് ചെയ്ത് തീർക്കേണ്ടതാണ്, ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് ഓരോന്നിങ്ങനെ മാറിക്കൊണ്ടിരിക്കും സംഗതികളെ. ഈ അതാണ് അതിൻ്റെ ഇതിനെപ്പറ്റി ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഒരു സംഗതിയിൽ തന്നെ കട്ടിച്ച് വിഷ്ടിച്ചാണ് ഇപ്പോൾ വരാണ്ടിരിക്കുന്നത് ഓരോരുത്തർക്ക്. ഞാൻ കുറ്റം പറയാമല്ലോ. അതായത് ആ ബേസിക് നോളജ്, അതായത് എവിടെ എന്നു മുതൽ തുടങ്ങിയാണ് ആ വൈക്കത്ത് കിടന്ന് പല സംഗീതവും കേട്ട് 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 ഊറി ഉണ്ടായിട്ടുള്ളതാണിത്. ഇതിനൊക്കെ ഒന്നും നമുക്കൊരു ഇതൊന്നും പറയാനൊക്കെ ഇപ്പോൾ ഇരുത്തിക്കൊണ്ട് പറയല്ല. അതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ്. ഇന്നും ചെറിയ എൻ്റെ അനിയന്മാർ പാടണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ പറയുന്നത് എന്താ, ആശേട്ടന് കിട്ടിയ ഭാഗ്യം. അവരൊക്കെ നന്നായിട്ട് പാടാൻ കഴിവുള്ളവരാണ്. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചാ പൂ ചീ പീ പ്യൂ പാ കാച്ചി, ഇതിന് സാമ്യമായ ആവശ്യം എന്തിനാ? ഒരു സംഗതി ഒന്ന് കൃത്യമായിട്ട് ഇതൊക്കെ പഠിക്കണം. ഒരു പ്രോഗ്രാമിന് അമേരിക്കയിൽ വെച്ചിട്ട് ഞാൻ ഏതാണോ മരത്തിലെ പാട്ടല്ലേ 14, അത് കുറച്ച് ഫാസ്റ്റ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് വേറൊരു മെലഡി സോങ് ഞാൻ പാടി. എന്താണ്, ഓമലാളെ കണ്ടു ഞാൻ, ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ എന്നുള്ള പാട്ട് പാടി. അതിൻ്റെ തലേ ദിവസം ഞങ്ങൾക്ക് ശാപ്പാട് തന്ന വീട്ടിലെ അമ്മ പറഞ്ഞേ, സ്ത്രീ നിങ്ങൾ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഇളക്കിയൊക്കെ പാടണം. ഓ, അപ്പോൾ ഇത് ഞാൻ മനസ്സിൽ വെച്ചിരുന്നു. ഞാനവിടെ ഈ ഓമലാളെ കണ്ടു ഞാൻ പാടിക്കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇന്നലെ ഭക്ഷണം തന്ന ഒരു ചേച്ചിയുണ്ട്, ആരാണെന്നൊന്നും പറയില്ല. അവരെന്നോട് ഇങ്ങനൊരു സജഷൻ പറഞ്ഞ്, ഈ ഓമലാളെ കണ്ടു ഞാൻ തന്നെ അവരുദ്ദേശിക്കുന്ന രീതിയിലൊന്ന് പാടാം, നിങ്ങളൊന്ന് പറയണം അത് നന്നായിട്ടുണ്ടോ എന്ന്, അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യാം. ആദ്യം ഞാൻ ഇങ്ങനെയാണ് പാടാറുള്ളത്, ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, സാധാരണ അങ്ങനെ പാടി തീർത്തു. ഇനി അവരുടെ ആഗ്രഹം പോലെ ഓമലാളെ കണ്ടു ഞാൻ. അപ്പോൾ അയ്യോ ഇത് വേണ്ട, എന്നാൽ പിന്നെ ഇതാണ്. ചില ഭാഷകൾക്കും ചില സംഗീതത്തിനൊക്കെ ഒരു ക്രമങ്ങളൊക്കെ. അതെ, ഇത് വെറുതെ അങ്ങനെ ചോദിച്ചാൽ മതിയായിരുന്നു. അവിടെ ചോദിച്ചാൽ തീർന്നു. ഇത്രയൊക്കെ എക്സ്പ്ലനേഷൻ്റെ ആവശ്യം അല്ല സ്വാമി, ആ വീട്ടിൽ ചോദിച്ചാൽ അവർ മാത്രമല്ലേ അറിയുള്ളൂ. ഇതൊരു വേദിയിൽ പറയുമ്പോഴല്ലേ അത് ഞാൻ സമ്മതിക്കില്ല. ഇത് ഇളകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പാടിയല്ലേ കാണിച്ചേ. ഇളകി കാണിച്ചില്ലേ? ഇത് കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കാര്യം വരുമ്പോൾ അതാണ് ആവശ്യം. ഒരാൾ ഈ ഗ്രാമത്തിൻ്റെ വാതുക്കൽ, ഗ്രാമം 2 സൈഡുണ്ട്, അതിൽ ചുമ്മാ കുത്തിയിരിക്കുക ഒരാൾ. അപ്പോൾ ഒരാൾ വന്നു ധർമ്മം ചോദിച്ചു, ഇവിടുന്ന് 3ാമത്തെ വീടില്ലേ അവിടെ ചെന്ന് ചോദിച്ചു, തരും എന്ന് പറഞ്ഞ് കാണിച്ചു. അപ്പോൾ ഇങ്ങനെ ഇവിടെ ചെന്നു കൊടുത്തു. അടുത്ത ജന്മം. അപ്പോൾ അക്കാലത്തൊക്കെ എങ്ങനെ ചെന്നാൽ അടുത്ത ജന്മമായിട്ട് നമ്മൾ വീണ്ടും വരുമല്ലോ. അപ്പോൾ ഈ പൂർവ്വജന്മത്തിൻ്റെ വാസന വരും. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തെ കഥയാണ് ഈ പറയണേ. അപ്പോൾ അടുത്ത ജന്മം വന്നാൽ ഉടനെ ഇങ്ങനെ ആളായിട്ട് പ്രസവിച്ച് വന്നു, കുട്ടിയായിട്ട് വന്നു നോക്കിയപ്പോൾ ഈ കാണിച്ച വിരലുണ്ടല്ലോ അതില്ല. അതില്ല. രണ്ടാമത്തെ ജന്മത്തിൽ അതില്ല. ഇല്ല. രണ്ടാമത്തെ ജന്മത്തിൽ അത്രയും വന്നപ്പോൾ ഇയാൾക്ക് ഇത്രയും വയസ്സൊക്കെ ആകില്ലേ. അങ്ങനെ ഇരുന്നപ്പോൾ ഇന്നൊരാൾ കയറി വന്നു, വല്ലതും തരണേ എന്ന് പറഞ്ഞ ഉടനെ ഇയാൾക്ക് ഓർമ്മ വന്നു,
ഇനി നമുക്ക് ജന്മം വേണ്ട. അപ്പോൾ ഈ ഒരു ഇത് വേണം പറഞ്ഞല്ലോ, എന്താ ഇളക്കം. അപ്പോൾ അയാൾക്ക് ഇത് ഓർമ്മ വന്നു. അങ്ങനെ കാണിച്ചപ്പോൾ ഇത് മാത്രം പോയല്ലോ. അപ്പോൾ അവിടെ പോകും, ഇവിടെ 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 പോകും, ശരീരം മുഴുവനോട്ട് ആട്ടി ജന്മിച്ചില്ല. ജന്മമേ വേണ്ട. അങ്ങനെ അങ്ങനത്തെ അതാണ് ഞാൻ ചോദിച്ചത്. അപ്പം തന്നെ അങ്ങ് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ അതല്ല, ഇത്രയും വിമർശപ്പെട്ട് ഇത് ആദ്യം പാടേണ്ടതൊക്കെ പാടി പിന്നീട് വീണ്ടും 2ാം പ്രാവശ്യം ഇങ്ങനെയൊക്കെ കാണിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അതിനു വേണ്ടി ഞാൻ പറഞ്ഞു. ഇപ്പം എന്തായാലും കാണിച്ചു പോയി, നമുക്ക് ക്ഷമിക്കാം. അതെ, അല്ല ക്ഷമിക്കണ്ട, അതിപ്പോൾ ഇങ്ങനെ കാണിച്ചാൽ മതി. അപ്പം എല്ലാവർക്കും ഓർമ്മ വന്നോളൂ. അല്ല ഇനിയിപ്പോൾ ഒന്നും പറയണ്ട, ഞാൻ ഇങ്ങനെ കാണിച്ചോളാം. അപ്പോൾ അവർ വേറെ തെറ്റിദ്ധരിക്കരുത്. അല്ല, എല്ലാവർക്കും മനസ്സിലാവും. ശരി ശരി. ഇനി ഇത് പ്രചാരമാവും. ആയിക്കോട്ടെ, ഇത് ഇനിയിപ്പോൾ നമ്മൾ അല്ല ഇനിയിപ്പോൾ ഇത് ഞങ്ങൾക്കൊരു സാധനം കിട്ടി കയ്യിൽ. കാരണം ഇനി പ്രോഗ്രാമിന് പോകുമ്പോൾ ആരെങ്കിലും ഇളകണം എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണിച്ച സാധനം. സംഗീതത്തിനെ പറ്റി എന്തറിയാം എന്നൊന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കൂ. പറയാൻ ഒക്കില്ല സാർ. കാരണം 36,848 രാഗമുള്ള പുസ്തകത്തിൽ എഴുതിയാണ് ഞാൻ കണ്ടത്. അത് കൂടാമല്ല അനേകം വക്രരാഗങ്ങൾ ഇരിക്കുന്നതെന്നു. അപ്പോൾ മൊത്തം രാഗം എത്രയായി? ഈ 2ാം പ്രാവശ്യം പറഞ്ഞത് കണക്ക് പറഞ്ഞിട്ടില്ല. ആദ്യം പറഞ്ഞിട്ടുണ്ട് 36,848 രാഗം എന്ന് പറഞ്ഞിട്ട് ഇത് കൂടാമൽ അനേകം വക്രരാഗങ്ങൾ ഇരിക്കുന്നത്. അതിന് ഒരു അനേകം വെച്ച് കൈ കൊടുത്തു. അതിപ്പോൾ എത്രയാണെന്ന് പറഞ്ഞാൽ ആർക്കും അറിഞ്ഞുകൂടാ. അതൊന്നും അതിന് പറയേണ്ട കാര്യമേ ഇല്ല. സംഗീതം ഈശ്വരൻ. എന്തെങ്കിലും ഒന്ന് ദാസേട്ടനെ കുറിച്ച് പറയാം. അത് എത്രയോ കാര്യങ്ങൾ സാറേ. അതായത് വാസ്തവത്തിൽ ഈശ്വരനെ നിലനിർത്തി പറയണതാണ്. അങ്ങനെ സ്റ്റുഡിയോ വെച്ചില്ലേ തിരുവനന്തപുരത്ത്, തരങ്കിണി സ്റ്റുഡിയോ വെച്ചു. എല്ലാവർക്കും അറിയാം. അന്ന് A to Z എല്ലാവരും സംസാരിച്ചു. ഈശ്വരൻ സാക്ഷിയായിട്ട് പറയണം എന്ത് പറഞ്ഞതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞിട്ടാണ് നന്ദി പ്രകാശനം. അവസാനം പുള്ളി ഒരു 4 വാക്ക് അടിച്ചതിനെ പറ്റി ഇന്നും എനിക്കറിഞ്ഞുകൂടാ അങ്ങനെ എന്താ പറഞ്ഞു. എന്തിനാണിത് പറഞ്ഞു വന്നതെന്നറിയോ? ഈ 2 മാസത്തേക്കുള്ളൊരു പരിപാടി ഇടാമെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ ആയിരിക്കും. എന്താ പറഞ്ഞെന്നറിഞ്ഞൂടാ. അല്ല, അതൊരു കാര്യമുണ്ട്. ഒരു സന്യാസി അറിയില്ല എന്ന് പറഞ്ഞു 20 കൊല്ലം പറഞ്ഞു. അപ്പം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തോ ഉണ്ടെന്നും പറഞ്ഞ് 2-3 ശിഷ്യന്മാരിങ്ങനെ കൂടെ ചേർന്നു. 4 കൊല്ലമായി അവരും ഇങ്ങനെ കയ്യിൽ എന്തോ ഉണ്ട്, ഇത് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമുക്കത് വെച്ച് ജീവിച്ചോളാമെന്നും പറഞ്ഞുള്ള കേസാണ്. ഈ 4 കൊല്ലം കഴിഞ്ഞൊരു സുപ്രഭാതമായപ്പോൾ അദ്ദേഹം എണീറ്റ് പറഞ്ഞു, അറിഞ്ഞു ഇവർക്ക് പിടികിട്ടി, സന്യാസിക്ക് പിടികിട്ടി കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ കൈ മേടിച്ചാൽ നമുക്കതുകൊണ്ട് ജീവിച്ചോളാം, നമുക്ക് ഇങ്ങനെ വിട്ടേച്ച് നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ തരും. രാത്രിയായപ്പോൾ സന്യാസി ഉറങ്ങുമ്പോൾ, സന്യാസി എണീക്കും. ഇവരുടെ കയ്യിൽ ഈ ഇരുമ്പ് വടിയുണ്ടല്ലോ, അതും ചില കടപ്പാരയൊക്കെ ഉണ്ട് കയ്യിൽ. അറിഞ്ഞു എന്ന് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ കൊന്നുകളയും എന്ന് പറഞ്ഞു. അത് മാത്രം പറഞ്ഞാൽ മതി, ഞങ്ങൾ പൊക്കോളാമെന്ന്. അതിനിപ്പോൾ എന്തിനാ കത്തിയും കടാരയും ഒക്കെ വെച്ചിരിക്കണേ? അതിനെ അവിടെ വയ്ക്കൂ, അത് പറഞ്ഞാൽ പോരെ. അതൊന്നും വേണ്ട, ഇപ്പോൾ ഞാൻ പറയാമെന്ന്. കത്തിയും കട എന്നിട്ടൊന്ന് കൂൾ ഡൗൺ ചെയ്യിപ്പിച്ച് ആ കത്തിയും കടാരയും എല്ലാം അവിടെ വെച്ചു ഇരിക്കാൻ പറഞ്ഞു. അപ്പം നീ ഇരിക്കൂ. ഞാൻ ചോദിച്ചോളൂ. അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ എത്ര കൊല്ലം പറഞ്ഞു? 20 കൊല്ലം. പറഞ്ഞേ, നിങ്ങൾ വന്ന് എത്ര കൊല്ലമായി? 4 കൊല്ലം. അപ്പോഴും ഞാൻ എന്താ പറഞ്ഞേ? അറിയില്ല എന്ന്. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞേ? അറിഞ്ഞു. പറഞ്ഞേ, അതെന്തോന്നല്ലേ നിങ്ങളറിയണ്ടേ? ഈ 24 കൊല്ലം അറിയില്ല എന്ന് പറഞ്ഞ് ശരിയാണെന്ന് ഇന്ന് രാവിലെ അറിഞ്ഞു. മനസ്സിലായി? എനിക്ക് മനസ്സിലായി. ഞാനിപ്പോഴാണ് അറിഞ്ഞത്.
ഇപ്പോഴാ മനസ്സിലായെന്ന് പറഞ്ഞു. ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞ പോലെയാ. നമുക്ക് എത്ര ചിരിച്ചാലും ചിരി തീരുമോ എന്നുള്ള പാട്ടൊന്ന് ദാസേട്ടനെ കൊണ്ട് പാടിക്കാൻ പറ്റും? ഓ അവിടെ പാടട്ടെ, ഞാൻ കേൾക്കാം. അല്ല, ദാസേട്ടൻ അത് പറഞ്ഞു കൊടുത്താലേ പാടുള്ളൂ. അയ്യോടാ, എത്ര ചിരിച്ചാലും ചിരി തീരുമോ നിന്റെ എനിക്ക് കുറേശ്ശെ പറഞ്ഞു തന്നാലും പഠിക്കാനുള്ള ഭാഷ. സ്വാമി എന്നോട് പറഞ്ഞു തന്ന പോലെ പറഞ്ഞു തന്നെ. ഏത് പണ്ട് പറഞ്ഞു പണ്ട് പറഞ്ഞതുപോലെ എനിക്ക് ഓർമ്മയുണ്ടായിട്ട് വേണ്ടേ? അല്ല, ഓർമ്മയുള്ളത് പറയാം. അല്ല അതല്ല, കുറേശ്ശെ കുറേശ്ശെ ഞാൻ പഠിക്കല്ലേ. എത്ര ചിരിച്ചാലും എത്ര ചിരിച്ചാലും ഓക്കെ ചിരി തീരുമോ ചിരി തീരുമോ നിന്റെ നിന്റെ ചിത്തിരപ്പൂവിത ചുണ്ടിൽ. ചിത്തിരപ്പൂവിതൾ ചുണ്ടിൽ. അല്ല, ചിത്തിര എത്ര ചിരിച്ചാലും ചിരി തീരുമോ നിന്റെ ചിത്തിരപ്പൂവിതൾ ചുണ്ടിൽ. ചിത്തിരപ്പൂവിതൾ ചുണ്ടിൽ. എത്ര ചുരിഞ്ഞാലും ഇത്രയും മതിയല്ലേ? അത്രയല്ല, അത് കൂടുതൽ പറ്റുകയല്ല സാറേ. അതൊക്കെ ഓക്കെ ടേക്ക് കഴിഞ്ഞാൽ ഇനി അത് അല്ല, നമ്മുടെ സാറിനെയൊക്കെ ഓർമ്മ വരുന്നു ഇപ്പോൾ. നല്ല ഓക്കെ ടേക്ക് വന്നാലും വാസു സാറേ ഒന്നുകൂടി എടുക്കാമല്ലേ സ്വാമി? ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ സ്വാമിയുടെ ഒരു നല്ല നോട്ടമുണ്ട്, എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു നോട്ടം. ആ വെറ്റിലുണ്ട്, വെറ്റിലയില് ചുണ്ണാമ്പ് വെച്ചുണ്ട്. മതി. അപ്പോൾ പിന്നെ ശരി സ്വാമി, വളരെ നാരായണ നാരായണ. എല്ലാവർക്കും നമസ്കാരം. വരട്ടെ.